ഹായ് എവരിവൺ, ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഭാരത് മോർ ഡേ 7ലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സെന്റ് സേവിയർ യൂണിറ്റിലെ അറക്കൽ ബിന്നേട്ടന്റെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എന്തൊക്കെയാ പരിപാടികളെന്ന് കണ്ടാലോ. കമോൺ. ഹലോ ഹലോ, ഹാപ്പി ക്രിസ്മസ്. അപ്പോ നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഭാരത് മോർ ഡേ 7 ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ. എൻ്റെ പേര് ബെന്നി, അറക്കൽ ഹൗസ് മുണ്ടത്തിക്കോട്. അപ്പൻ്റെ പേര് പൊറിഞ്ചു, അമ്മ മേരി, എൻ്റെ ഭാര്യ അനു. എൻ്റെ 5 മക്കളാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ ആളെ മോസസ്, രണ്ടാമത്തെ എലിസബത്ത് അന്ന, മൂന്നാമത്തെ ആളെ ജീസ് ജെറമിയ, നാലാമത്തെ ആദം, അഞ്ചാമത്തെ എസ്തർ മേരി. 5 മക്കളാണ് നിൽക്കുന്നത്. ഒന്നാമത്തെ ആള് മോസസ്, അവൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് ഫസ്റ്റ് ഇയർ. രണ്ടാമത്തെ ആൾ എലിസബത്ത്, അവൾ നിർമ്മലമാത സെൻട്രൽ സ്കൂൾ തൃശ്ശൂർ +1 പഠിക്കണു. ഇത് ജീസ് ജെറമിയ, ദേവമാത ഇന്റർനാഷണൽ സ്കൂളിൽ 10th പഠിക്കണു. ഫോർത്ത് വൺ ആദം റൊസാരിയോ, അവൻ ദേവമാത CMA ഇന്റർനാഷണൽ സ്കൂളിൽ UKG പഠിക്കണു. പിന്നെ എസ്തർ മേരി, 5ാമത്തെ ആൾ എസ്തർ മേരി, അവൾ 2 വയസ്സായിട്ട് ഇവിടെ കളിച്ച് നടക്കണം. മെയിനായിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവാറ്? ക്രിസ്മസ് ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾഡ് ഞങ്ങൾ ചെറുപ്പത്തിൽ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് പൈസ ഒന്നുമില്ല. ഒരു നക്ഷത്രം മേടിക്കാൻ പോലും കാശില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ നക്ഷത്രം മേടിക്കണമെങ്കിൽ ഒരു കഥയുണ്ട്. അതിന് പറയാ ശരിക്കും പറഞ്ഞൊരു കഥയുണ്ട്. അത് ഞങ്ങൾ അടയ്ക്ക കടയിൽ കൊണ്ടുകൊടുത്തിട്ട് ആ കാശില്ല, അതുകൊണ്ട് ബാറ്ററി മേടിക്കും. കറണ്ടില്ല, അപ്പോൾ ബാറ്ററി മേടിക്കും, നക്ഷത്രം മേടിക്കും. എന്നിട്ട് നിങ്ങൾ കട്ടിൻ്റെ അടിയിലാണ് ഈ നക്ഷത്രം അത് ഇടുക. ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഞങ്ങൾ പൂർ ആയിട്ടാണ് ജീവിച്ചത്. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്കെല്ലാം സമൃദ്ധമായിട്ട് നൽകാനായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് 7 മക്കളാണ് ഞങ്ങളുള്ളത്. അപ്പന് 7 മക്കളാണ്. അപ്പോൾ ഈ 7 മക്കളും ഒരുമിച്ച് ചേർന്നിട്ട് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുക ഇതുവരെയും. അപ്പം ഇന്നിപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷം ഇന്നും ഇവിടെ എല്ലാവരും വരും. ഈ ആഘോഷത്തിന് വേണ്ടി എല്ലാവരും വരും. ക്രിസ്മസ് ആഘോഷത്തിന് ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുക, പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ ഈശോയുടെ പാട്ട് വെച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നതല്ല, വേറെ പാട്ടുകളൊന്നുമല്ല. പിന്നെ ഭക്ഷണം കഴിക്കും, കേക്ക് മുറിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അതിപ്പോൾ എല്ലാം ഓരോരുത്തരും വീട്ടിൽ മാറിയിട്ടാണ്. ഇപ്പോൾ ഒരു കൊല്ലം എൻ്റെ വീട്ടിലാണെങ്കിൽ അടുത്ത കൊല്ലം വേറെ ചേട്ടൻ്റെ വീട്ടിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ മാറി ഓരോ വീടുകളിലും ഞങ്ങളങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് എല്ലാവരും വരും. ഇപ്പോൾ എല്ലാവരും വരും ഈ ആഘോഷത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങള് ഈ കേക്ക് ഹിന്ദുക്കളുടെ വീട്ടിൽ 100 വീടുകളിൽ നിങ്ങൾ കേക്ക് കൊടുക്കും. ഇതൊരു 10-15 കൊല്ലമായിട്ട് ഞങ്ങള് അനുവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കേക്കാണ് ഇരിക്കുന്നത്, ഇത് വെറുതെ കുറച്ച് സമ്മാനമല്ല. ഇത് വീടുകളില് ഹിന്ദുക്കളുടെ വീട്ടിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഹിന്ദുക്കളുടെ വീട്ടില് അവർക്ക് നമ്മൾ ക്രിസ്മസ് സമ്മാനമായിട്ട് ഈ കേക്ക് 100 വീടുകളിൽ കൊണ്ടുകൊടുക്കും. അവരുടെ വീട്ടില് കരോളായിട്ട് പോയിട്ട് അപ്പൊ ഇത് അവർ ചെല്ലുമ്പോ തന്നെ അവർക്ക് സന്തോഷമാണ്. നമ്മുടെ ഈശോയുടെ രൂപം കൊണ്ടിട്ട് പോവാ അവരുടെ വീട്ടിലേക്ക്. അപ്പൊ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് വരും. അതൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ക്രിസ്മസ് വേറൊരു തലത്തില് ആഘോഷിക്കുന്ന ഒരു രീതി അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ ഭാരത് മോർ ഡേ 7 സംബന്ധിച്ച് നിങ്ങളുടെ ഫാമിലി എല്ലാവരും ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയി ചെയ്തേനെ. അപ്പൊ നമുക്കിനി അതിലേക്കൊക്കെ കിടക്കാം. ഓക്കെ.
അപ്പൊ ഇവിടെ ഇത്രയും നന്നായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പോരാത്തതിനോട് 5 മക്കളും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യണേ? മാനേജ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുദ്ധം തന്നെയാണ്. നമ്മൾ പറയും കുട്ടികൾ ഭയങ്കര ഷെയറിംഗ് ആണ്. ഇതെല്ലാവരോടും ഞാൻ പറയണം വിചാരിച്ചതാണ്. ഷെയറിംഗ് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്, പക്ഷെ അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാവും. ഷെയറിംഗ് ഒന്നുമില്ല. ഇപ്പൊ മൂത്ത ആൾക്കാർ പറയും അമ്മ അവരെ സ്നേഹിക്കണുള്ളൂ, അതൊക്കെ പറയും. ഇവർ തമ്മിൽ 17 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നാലും അവർ പറയും അവരോടെ സ്നേഹം, അവൾക്ക് അമ്മ നല്ല ഡ്രസ്സ് എടുത്തു, എനിക്ക് ആ കളർ എടുത്തില്ല, ഒക്കെ ഇപ്പോഴും പറയും. പക്ഷെ ഇവരൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഫോൺ ധൈര്യമായിട്ടിരുന്ന് കളിക്കാം, ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ടാവില്ല. ഞാൻ കണ്ടൊരു ഗുണമാണ്, ഫോൺ കളിക്കുമ്പോൾ ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഫോൺ കളിക്കാൻ സമ്മതിക്കില്ല. ഫോൺ കളിക്കുമ്പോൾ, അതായത് റൂമിൽ പോയി ഫോൺ കളിക്കുമ്പോൾ ഡാ വാടാ കുട്ടികളെ നോക്കടാന്ന് പറയും. അപ്പൊ നമ്മള് ഇതൊരു കുറച്ച് വലിയ വീടായതുകൊണ്ട് നമ്മൾ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ അവരെന്നെ കാണില്ല. അപ്പൊ അവരെന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. അങ്ങനെ അവര് കുറെ അണ്ടർസ്റ്റാൻഡിങ് പഠിക്കും. പിന്നെ അതുപോലെ അവരുടെ ബുക്സ് ഒന്നും അവര് വിചാരിച്ച പോലെ ക്ലീൻ ആയിട്ട് ഇരിക്കണമെന്നില്ല. ഇപ്പൊ ഈ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്നൊരു ഭംഗിയായിരിക്കും, കുറച്ച് കഴിഞ്ഞ് ഈ ഭംഗിയൊക്കെ ഞങ്ങൾ പോകും. അപ്പൊ അവർക്ക് ദേഷ്യം വരും. അവര് വലിയ കുട്ടികൾ, ഇവര് കുഞ്ഞു കുട്ടികൾ, അപ്പൊ അവർക്ക് ദേഷ്യം വരും. പക്ഷെ അതങ്ങനെ അങ്ങനെ ഡെയിലി റൂട്ടീനിലൂടെ അവരതങ്ങനെ ശീലാവും. ഇവരങ്ങനെ ചെയ്യുന്നു, ഞങ്ങളത് ക്ലീൻ ആക്കണമെന്നും. അപ്പൊ അങ്ങനെ ഷെയറിംഗ് ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഇവരിങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ കാറിൽ പോകുമ്പോ ഞങ്ങൾക്ക് വലിയ കാറുണ്ട്, കുഞ്ഞു കാറുണ്ട്. അപ്പൊ കുഞ്ഞു കാറിൽ അവർ പോകുമ്പോ പറയും അയ്യോ സ്ഥലമില്ല, വലിയ കാറിൽ പോകും. ഞങ്ങൾ പറയും ഞങ്ങളൊക്കെ പണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്ക് 2 മക്കളാണെങ്കിലും ഞങ്ങൾ ഒരുപാട് കുട്ടികൾ കൂട്ടിയിട്ട് ഓട്ടോറിക്ഷയിലൊക്കെ തിങ്ങി കൂട്ടിയിട്ട് പോവാ, ആ കാറിൽ ചെറിയ കാറിൽ പോയാൽ മതി എന്ന് പറയും. അപ്പൊ ഞങ്ങൾ അങ്ങനെ അതിലായാലും ഞങ്ങള് അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയി എന്ന് വിചാരിക്കുക, അപ്പൊ ഞങ്ങള് വലിയവർക്ക് ഒരു സൈലന്റ് ആയിട്ട് കീപ്പായിട്ട് ഭയങ്കര ഭംഗിയിലിരിക്കും. അപ്പൊ ഇവര് വന്നിട്ട് അത് വലിച്ചു ഇത് വലിച്ചു ഡോറടച്ചു. അപ്പൊ ഇവർക്ക് നാണക്കേട്, മറ്റുള്ളവർ കാണില്ലേ കുട്ടികൾ കളിക്കണത്. അപ്പൊ ഒന്നും വേണ്ടാണ്ടിരിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ പറയും നിങ്ങളും ഇങ്ങനെ വലുതായേ, നിങ്ങളും ഇങ്ങനെ തന്നെ വലുതായി, ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളെ നോക്കിയത് എന്ന് പറയും. അപ്പൊ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ച 2 വാക്കുകളാ. 2 ഏജിലാണ് ഇവര് നിൽക്കുന്നത്. ഇവര് ടീനേജിലും അവര് ബേബീസും ആണ്, അവർ ടീനേജിലാണ്. ഇവരെ ഞാൻ സൂക്ഷിക്കണം. കാരണം ഞാനൊരു കിച്ചണിലേക്ക് മാറി അവർ ഇതിന്റെ മുകളിൽ കയറും, സെറ്റിയുടെ മുകളിൽ കയറും. ഇവിടെ വേറെ ഗ്രാൻഡ് പാരന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ അവരെ സൂക്ഷിക്കണം. ഇനി ഇവര് ടീനേജിലാണ്, അവരെ നമ്മൾ സംരക്ഷിക്കണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അപ്പൊ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള മോമാണ്. അതുപോലെ ഇപ്പൊ പറയുന്ന പോലെ വൈബ് അമ്മയാണ് അനുചി അല്ലെ? ആവാം, ഞാനല്ല പറയണ്ടേ, ശരി അവരെ പറയണ്ടേ വൈബാണോ. അതെ, പക്ഷെ പറഞ്ഞു കേട്ടതിലൊക്കെ നല്ലൊരു വൈബ്, തുള്ളിച്ചാടി കളിക്കുന്ന നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. ക്രിസ്മസ് ആഘോഷത്തിന് എൻ്റെ ചേട്ടന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആഘോഷങ്ങളിലേക്ക് അടക്കാം, കേക്ക് മുറിക്കലിലേക്ക് അടക്കാം. എല്ലാവരും ആയോ? ശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ സഭേ, അഭിഷേകത്തിൻ കാറ്റാൽ വീശണമേ. സ്ത്രീകന്മാരിൽ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കേക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വീട് എന്ന് പറയുന്നത് തന്നെ ലവ് ഹൗസ് എന്നാണ് പറയാ അല്ലേ? അതെ, അപ്പൊ അതെ സ്നേഹഭവനം. അപ്പൊ ആ സ്നേഹമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ക്രിസ്മസ് കേക്ക് കട്ടിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ബിഗിൻ. മിന്നാമിന്നി പോലെ മിന്നും താരമെന്നും മന്ന പെയ്തുവല്ലോ ആഹാ ഉന്നതനെ വാഴ്ത്തിടാമത്സരത്തോടെ ഓഹോ മിന്നതയാം ചന്നലതാ.
ഇവിടുന്ന് എക്സ്പ്രഷൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഹെവൻലി ബ്ലിസ് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി സ്നേഹത്തോടെ ഒരു ക്രിസ്മസ് വിഷ് ചെയ്താലോ? സോ we wish you a Merry Christmas. ഇനി കഴിക്കാം. ഇനി കഴിച്ചോ? ഓക്കെ, അപ്പൊ നമ്മൾ ഭാരത് മോർ ഡേ 7 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ക്യാമറമാൻ ആൽഫിയോടൊപ്പം ഏഞ്ചലീന ആൻഡ് ക്രിസ്റ്റീന ആർ സൈനിങ് ഓഫ്. ബൈ.